നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, m-1/2 ഈക്വൽ ടു 1-m-2/3. ഇതെങ്ങനെ ചെയ്യും? എം ഉള്ള ടേംസിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യണം, അതായത് എല്ലാം കൂടെ LHS കൊണ്ടുവരണം. അത് നമുക്ക് എന്ത് ചെയ്യാം? m-1/2. ഇനി നെക്സ്റ്റ് ഈ RHS കിടക്കുന്നത് LHSലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് അല്ലേ? ഈ മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് m-2/3 ഈക്വൽ ടു 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? LCM എടുക്കണം അല്ലേ? LCM ഓഫ് 2 and 3 അല്ലേ? എന്തോ കിട്ടും? 6 എന്ന് കിട്ടും. ഈ 6നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും അല്ലേ? 6. എന്നിട്ട് ഈ 6 കൊണ്ട് ഓരോ ടേംസിനെയും കമ്പയർ ചെയ്യണം അല്ലേ? m × 6 എന്ന് പറയുന്നത് എന്താണ്? 6m. ഇനി ആ മൈനസ് അതുപോലെ കൊടുത്തു. ഇനി ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തോ ആവും? 2ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ഉണ്ട്? 6 3 ടൈംസ് അല്ലേ? 3 ടൈംസ്. അപ്പോൾ ആ 3 അതുപോലെ എഴുതണം. 3 × സെക്കൻഡ് ടേം ആയിട്ടുള്ള m-1 അതുപോലെ എഴുതണം. m-1 പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്? ഈ ടേമിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ വരും? 3യുടെ ടേബിളിൽ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് അല്ലേ? ആ 2 അതുപോലെ എഴുതുന്നു. ബാക്കി ഈ ടേം എഴുതണം. m-2 ഈക്വൽ ടു എന്താണ്? 1. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ടേം കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടേം അതുപോലെ എഴുതാണ്. 6m മൈനസ് ഈ -3 കൊണ്ടാണ് ഇനി ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. -3 × m എന്തോരും? -3m അല്ലേ? -3m. ഇനി -3 × -1 എന്തോരും? +3. അടുത്ത നെക്സ്റ്റ് ഇത് +2ഉം m കൂടെ ആകുമ്പോഴത്തേക്കും 2m. അടുത്ത +2 × -2 എന്താണ്? -4 ഹോൾ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എന്തുവാണ്? 1 അല്ലേ? നെക്സ്റ്റ് ഇനി നമുക്ക് m ഉള്ള ടേമിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യണം. ഇവിടെ 6m ഉണ്ട്, ഒരു -3m ഉണ്ട്, ഒരു +2m ഉണ്ട്. 6mഉം -3mഉം കൂടെ എന്താവും? 3m. ആ 3mൻ്റെ കൂടെ 2m ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 5m അല്ലേ? നെക്സ്റ്റ് ഇനി അടുത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആരൊക്കെയുണ്ട്? 3ഉം ഉണ്ട്, ഒരു -4ഉം ഉണ്ട് അല്ലേ? ഡിഫറൻറ്റ് സൈൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. 3 - 4 എന്തുവാണ്? 1. 4ൻ്റെ സൈൻ മൈനസ്. അപ്പോൾ എന്തോ കൊടുക്കും? -1 ഹോൾ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1. ഇനി അടുത്ത് എന്തുവാണ്? ഈ 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തോ ആവും? 5m - 1 ഈക്വൽ ടു 1 × 6 അല്ലേ? വിച്ച് ഈസ് 6 എന്നാവും. ഇനി 5m ഈക്വൽ ടു എന്താവും? 6. ഈ -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +1 ദാറ്റ് ഈസ് 7. m ഈക്വൽ ടു 7/5. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3t - 2 ഡിവൈഡഡ് ബൈ 4 -2t + 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 2/3 - t. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാവേ. ഫസ്റ്റ് നമ്മൾ t ഉള്ള ടേംസിനെ എല്ലാം LHSലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? 3t - 2/4 ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം -2t + 3/3. അടുത്ത് ഈ ടിയെ LHS കൊണ്ടുപോകുമ്പോൾ എന്താവും? +t ഈക്വൽ ടു 2/3. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് LCM എടുക്കണം അല്ലേ? LCM ഓഫ് ഇതൊക്കെയാണ് 4 3 എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ 12 എന്ന് പറയുന്ന ടേം കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് 12നെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം. അതിനുശേഷം എന്തോ ചെയ്യണം? ഈ 12 കൊണ്ട് ഓരോ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 12 കൊടുക്കുമ്പോൾ എന്തോ കിട്ടും? 4ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ഉണ്ട്? 12 3 ടൈംസ് അല്ലേ? ആ 3 ഫസ്റ്റ് ഇവിടെ എഴുതണം. 3 × ഇനി ഈ ന്യൂമറേറ്റർ ആണേ 3t - 2. ഇനി ഈ മൈനസ് അതുപോലെ എഴുതണം. അത് കഴിഞ്ഞിട്ട് 12 കൊണ്ട് അടുത്ത ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3യുടെ ടേബിളിൽ എത്ര പ്രാവശ്യം 12 പോവും? 4 ടൈംസ് അല്ലേ? ആ 4 എഴുതണേ. 4 × 2t + 3. അടുത്ത എന്താണ്? അടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ t ആണ്. ടിയുടെ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണല്ലേ? ആ 1ൽ എത്ര പ്രാവശ്യം? 12 ടൈംസ്. അങ്ങനെ 12t വിച്ച് ഈസ് ഈക്വൽ ടു 2/3 എന്നാവും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ടേം കൊണ്ട് അകത്തുള്ള ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം എടുക്കണം. ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ 3 കൊണ്ട് 3t ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 9t അല്ലേ? നെക്സ്റ്റ് 3 × -2 എന്നാകുമ്പം -6. അടുത്ത നെക്സ്റ്റ് 4ലോട്ടാണേ.
4 ഇൻറ്റു 2t എന്ന് പറയുമ്പോൾ എന്താണ് -80. അടുത്ത ഈ -4 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം -12. നെക്സ്റ്റ് പ്ലസ് 12t the whole divided by 12 equal to 2/3. ഓക്കെ, ഇനി നമുക്ക് ടിയുടെ ടേംസിനെ എല്ലാം കമ്പൈൻ ചെയ്യണം. ഇവിടെ എന്തുണ്ട്? ഒരു 9t ഉണ്ട്, ഇവിടെ ഒരു -8t ഉണ്ട്, ഇവിടെ ഒരു 12t ഉണ്ട് അല്ലേ. 9tയും -8tയും കൂടെ ആകുമ്പോഴത്തേക്ക് എന്താവും? 1t എന്നാവും അല്ലേ. 9ഉം 8ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 1 ആവും. ഇനി ആ 1tയും ഇവിടെ ഒരു 12tയും കൂടെ ആവും, അതായത് 13t. ഓക്കെ, 13t. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ളത് കോൺസ്റ്റന്റ് ആണ്. -6 ഉണ്ട്, -12 ഉണ്ട്. ഇത് രണ്ടും മൈനസ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? ആഡപ്പ് ചെയ്യണം. ആഡപ്പ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 18. എന്നിട്ട് രണ്ടിനും മൈനസ് സൈൻ ആയത് കാരണം നമ്മൾ എന്ത് കൊടുക്കും? -18 ഹോൾ ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2/3. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ 12നെ നമുക്ക് RHSലോട്ട് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് എന്താണ്? 13t - 18 ഈക്വൽ ടു 2/3 ഇൻറ്റു 12 എന്നാവും. ഓക്കെ, ഇപ്പോൾ 3യുടെ ടേബിളിൽ എത്ര പ്രാവശ്യമാണ് 12? 4 ടൈംസ് അല്ലേ. ഇറ്റ് ഈക്വൽ ടു എന്താണ്? 8. അടുത്ത നെക്സ്റ്റ് 13t മാത്രം ഇട്ടാൽ മതി. 13t ഈക്വൽ ടു ഈ 8 അതുപോലെ എഴുതുന്നു. 8 ഈ -18 എന്നുള്ളത് RHS പോകുമ്പോൾ എന്താവും? +18. 8ഉം 18ഉം കൂടെ എന്താണ്? 26. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? t ഈക്വൽ ടു എന്താണ്? 26. ഇവിടെ ഇൻറ്റു അല്ലേ ചെയ്തേക്കുന്നത്, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? ഡിവൈഡ് ആവും ബൈ 13. എത്രയാണ്? 13ന്റെ ടേബിൾ 2 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ t ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. x - 5/3 ഈക്വൽ ടു x - 3/5. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാമല്ലോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം x - 5ന് കോമൺ ഡിനോമിനേറ്റർ ആണ് 3. അപ്പോൾ നമുക്കിതാ ഇതിന് ഇങ്ങനെ എഴുതാം. x - 5 ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് /3. കാര്യം ഇതൊരു 1 ടേം ആണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. ഈക്വൽ ടു x - 3 ബ്രാക്കറ്റ് കൊടുക്കുന്നു /5. ഓക്കെ, ഇനി നമുക്കിതിനെ ഈ 5 കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഈ 3യെ ഈ ടേമിലോട്ട് ക്രോസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്തോ കിട്ടും? 5 ഇൻറ്റു x - 5 ഈക്വൽ ടു ഈ 3 അങ്ങോട്ട് പോകുന്നുണ്ടേ, 3 ഇൻറ്റു x - 3. ഇനി എന്തോ ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുള്ള ടേം കൊണ്ട് അകത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാവും? 5 ഇൻറ്റു എക്സ്, 5x മൈനസ് ഈ 5ഉം ഈ 5ഉം കൂടെ 25 ഈസ് ഈക്വൽ ടു, ഇനി ഈ 3 കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴത്തേക്ക് എങ്ങനെ വരും? 3 ഇൻറ്റു എക്സ്, 3x മൈനസ് 3 ഇൻറ്റു 3 എന്താവും? 9. ഇനി എന്താണ്? എക്സ് ഉള്ള ടേംസിനെ എല്ലാം LHSലോട്ടും കോൺസ്റ്റന്റിനെ എല്ലാം RHSലോട്ടും കൊണ്ടുപോകണം. അപ്പം എന്തോ ചെയ്യും? 5x, ഈ 3x ഇപ്പുറത്തോട്ട് വരുമ്പോൾ -3x ഈക്വൽ ടു എന്തോ വരും? -9 എന്താ അതുപോലെ എഴുതി. ഈ 25 RHSലോട്ട് വരുമ്പോൾ +25 എന്നാകും. ഓക്കെ, 5x - 3x എന്താണ്? 2x. 2x ഈക്വൽ ടു -9ഉം 25ഉം കൂടെ എത്രയാണ്? 16. ദാറ്റ് ഈസ് x ഈക്വൽ ടു 16/2 ഈക്വൽ ടു 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. n/2 - 3n/4 + 5n/6 ഈക്വൽ ടു 21. ഇതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ LCM കാണുക. LCM ഓഫ് 2, 4, 6 എന്താ കിട്ടും? 2, 4, 6. LCM കാണുമ്പോഴത്തേക്ക് 2ൻ്റെ ടേബിളിൽ 1, 2, 3 അല്ലേ, കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്തോ കിട്ടി? 6 ഇൻറ്റു 2. 6 ഇൻറ്റു 2 എത്രയാണ്? 12 അല്ലേ, 12. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താ കിട്ടി? 12 എന്ന് കിട്ടി. ഇനി എന്താണ്? ഈ LCM വെച്ചിട്ട് ഓരോ ടേമിനെയും കമ്പയർ ചെയ്യണം അല്ലേ. ഫസ്റ്റ് ടേം n/2നെ കമ്പയർ ചെയ്യാനേ. n/2നെ കമ്പയർ ചെയ്യുന്നത് മീൻസ് വാട്ട്? 12 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ് 12 വരുന്നത്? 6. അപ്പോൾ ആ 6 ഇത് എവിടെയാണ്? 6n മൈനസ് നെക്സ്റ്റ് 12 വെച്ച് 4ൻ്റെ ടേബിളിൽ നോക്കുമ്പോഴത്തേക്ക് എത്ര ടൈംസ് ആണ്? 3 ടൈംസ് അല്ലേ. ആ 3 അതുപോലെ എഴുതുന്നു. എന്നിട്ട് സെക്കൻഡ് ടേം ആയിട്ടുള്ള ഇൻറ്റു 3n അതുപോലെ എഴുതണം. നെക്സ്റ്റ് ആ പ്ലസ് അതുപോലെ കൊടുത്തു. ഇനി ഇവിടെ 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ഈ 5n അതുപോലെ എഴുതണം. 5n ഹോൾ ഡിവൈഡഡ് ബൈ
12 നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ഈക്വൽ ടു എന്തോ കിട്ടി 21. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 6n 3 into 3n എന്തോ വരും -9n പ്ലസ് 2 into 5 എന്തോ വരും 10n ഹോൾ ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 21 അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n ഉള്ള ടേംസിനെ എല്ലാം എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം അല്ലേ? അപ്പോഴത്തേക്കും -9ഉം 10ഉം കൂടെ എന്തോ വരും 1 എന്ന് വരും അല്ലേ? അപ്പോൾ ആ 1ഉം ഈ 6ഉം കൂടെ അടപ്പ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? 7n by 12 ഈക്വൽ ടു 21. ദാറ്റ് ഈസ് 7n ഈക്വൽ ടു 21. ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ 12 വന്നേക്കുന്നത്? അപ്പോൾ RHSലോട്ട് പോകുമ്പോൾ എവിടെയാവും? ന്യൂമറായിട്ടുള്ള ഇൻറ്റു 12. ഓക്കെ, നെക്സ്റ്റ് n ഈക്വൽ ടു 21 ഇൻറ്റു 12 ഹോൾ ഡിവൈഡഡ് ബൈ 7. എന്തുകൊണ്ടാണ്? 7 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോഴത്തേക്കും RHS വരുമ്പോൾ അത് ഡിവിഷനിലോട്ട് പോകും. ഇനി 7ന്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ്? 21 3 ടൈംസ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു 3 ഇൻറ്റു 12 വിച്ച് ഈസ് 36.